ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഏപ്രിൽ 1 എനിക്ക് കിട്ടിയ കറണ്ട് ബില്ല് വട്ടപൂജ്യമാണ്. ഇന്നത്തെ വീഡിയോയിൽ മാർച്ച് മാസത്തെ കറണ്ട് ബില്ലിൻ്റെ കൂടെ എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും കൂടിയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോളാർ പാനൽ ജനറേറ്റ് ചെയ്ത് KSEBിയിലേക്ക് കൊടുക്കുന്ന ടോട്ടൽ യൂണിറ്റ്സ് എവിടെയാണ് കാണാൻ സാധിക്കുക? KSEBിയുടെ ബാങ്ക്ഡ് ബാലൻസ് എങ്ങനെ ചെക്ക് ചെയ്യാം? സോളാർ കസ്റ്റമറിന് ഒരു യൂണിറ്റിന് എത്ര പൈസയാണ് KSEBി കൊടുക്കുന്നത്? എപ്പോഴാണ് ഈ എമൗണ്ട് KSEBി കസ്റ്റമറുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നത്? ഇത്രയും ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറാണ് ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 2024 മുതൽ മാർച്ച് 2025 വരെ KSEBിയിലേക്ക് നമ്മൾ കൊടുത്ത ടോട്ടൽ യൂണിറ്റ് എത്രയാണെന്ന് അറിയുവാനായി ഏപ്രിൽ 1 ലഭിച്ച KSEBിയുടെ ഈ ബില്ല് ഡൗൺലോഡ് ചെയ്യുക. ഈ ബില്ല് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്ന് ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഏപ്രിൽ 1 എനിക്ക് കിട്ടിയിട്ടുള്ള കറണ്ട് ബില്ല്. മാർച്ച് മാസം KSEBിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത യൂണിറ്റ് എത്രയാണെന്ന് അറിയുവാനായി ഈ കാണുന്ന ഫൈനൽ റീഡിങ്ങിൽ നിന്നും ഇനീഷ്യൽ റീഡിങ് കുറച്ചാൽ കിട്ടുന്നതാണ് 84 യൂണിറ്റ്. ഇതാണ് മാർച്ച് മാസം ഞാൻ ഇമ്പോർട്ട് ചെയ്ത ടോട്ടൽ യൂണിറ്റ്. മാർച്ച് മാസം KSEBിയിലേക്ക് എക്സ്പോർട്ട് ചെയ്ത യൂണിറ്റ് എത്രയാണെന്ന് അറിയുവാനായി ഫൈനൽ റീഡിങ്ങിൽ നിന്നും ഇനീഷ്യൽ റീഡിങ് കുറച്ചാൽ കിട്ടുന്നതാണ് 438 യൂണിറ്റ്. എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് 354 യൂണിറ്റ്. ഇത്രയും യൂണിറ്റ് മാർച്ച് മാസം ഞാൻ KSEBിയിലേക്ക് അധികം കൊടുക്കുകയാണ് ചെയ്തത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ KSEB ഈടാക്കുന്ന ബിൽ ഡീറ്റെയിൽസ് എത്രയാണെന്ന് നോക്കാം. ഫിക്സഡ് ചാർജായി 95 രൂപ 33 പൈസ. ഫിക്സഡ് ചാർജ് എങ്ങനെയാണ് KSEB കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നറിയുവാനായി ടോട്ടൽ എത്ര യൂണിറ്റ് കറണ്ടാണ് മാർച്ച് മാസത്തിൽ ഞാൻ ഉപയോഗിച്ചത് എന്ന് അറിയേണ്ടതുണ്ട്. അതിനായി ഈ കാണുന്ന സോളാർ ജനറേഷൻ ടേബിൾ നോക്കാം. ഫൈനൽ റീഡിങ് മൈനസ് ഇനീഷ്യൽ റീഡിങ് ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന യൂണിറ്റാണ് 492. ഇത്രയും യൂണിറ്റ് കറണ്ടാണ് സോളാർ പാനൽ മാർച്ച് മാസത്തിൽ പ്രൊഡ്യൂസ് ചെയ്ത ടോട്ടൽ യൂണിറ്റ്. ഈ 492നോട് ഇമ്പോർട്ട് ചെയ്ത യൂണിറ്റ് കൂട്ടുകയും എക്സ്പോർട്ട് ചെയ്ത യൂണിറ്റ് കുറയ്ക്കുകയും ചെയ്താൽ കിട്ടുന്നതാണ് കഴിഞ്ഞ മാസം ഞാൻ ഉപയോഗിച്ച ടോട്ടൽ കറണ്ട് 138 യൂണിറ്റ്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് KSEBിയുടെ താരിഫ് പോർട്ടലാണ്. ഡിസംബർ 5 മുതൽ KSEB നിരക്ക് കൂട്ടിയിട്ടുണ്ട്. ഡിസംബർ 5, 2024 മുതൽ 31 മാർച്ച് 2025 വരെ ഒരു റേറ്റും 1 ഏപ്രിൽ 2025 മുതൽ റേറ്റിൽ പിന്നെയും മാറ്റം വന്നിട്ടുണ്ട്. ഇത് മാർച്ച് മാസത്തിലെ ബില്ലായതിനാൽ ഫിക്സഡ് ചാർജിനായി ഈ കോളമാണ് നോക്കേണ്ടത്. എൻ്റെ മന്ത്ലി കൺസപ്ഷൻ യൂണിറ്റ് 138 എന്നത് 101നും 150നും ഇടയിലാകുന്നു. അതിന് ഈക്വലൻ്റായി സിംഗിൾ ഫേസ് കണക്ഷൻ്റെ ഫിക്സഡ് ചാർജ് 95 രൂപ. ഈ താരിഫിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ അതർ ചാർജസായി മീറ്റർ റെൻ്റായി 30 രൂപയും ഇവയെല്ലാം കൂടി ടോട്ടൽ ഞാൻ അടയ്ക്കേണ്ട കറണ്ട് ബില്ല് 125 രൂപ. പക്ഷേ നിങ്ങൾ താഴെ നോക്കുകയാണെങ്കിൽ നെറ്റ് പേയബിൾ, അതായത് ഞാൻ KSEBിയിലേക്ക് അടയ്ക്കേണ്ട തുക 0 ആയിട്ടാണ് കാണിക്കുന്നത്. എങ്ങനെയാണ് എൻ്റെ കറണ്ട് ബില്ല് 0 ആയി മാറിയത്? അതറിയുവാനായി ലെഫ്റ്റ് സൈഡിലുള്ള റിമാർക്സിൽ ലാസ്റ്റ് പെയ്ഡ് എമൗണ്ട് 174 എന്നും അതിനു താഴെയായി ലാസ്റ്റ് പേയ്മെൻറ്റ് ഡേറ്റ് 13 മാർച്ച് 2025 ആണെന്നും കാണാം. മാർച്ച് 30 KSEBിയിലേക്ക് ഞാൻ ഒരു പേയ്മെൻറ്റും നടത്തിയിട്ടില്ല. പിന്നെ ഈ കാണിക്കുന്ന എമൗണ്ട് എൻ്റെ അക്കൗണ്ടിൽ എങ്ങനെ ക്രെഡിറ്റായി? ഇതറിയുവാനായി KSEBിയുടെ കോൾ സെൻറ്ററിലേക്ക് ഞാൻ വിളിച്ചു. അപ്പോൾ അവരാണ് പറഞ്ഞത് ഈ 174 എന്ന് കാണിക്കുന്ന എമൗണ്ട് KSEB എൻ്റെ അക്കൗണ്ടിലേക്ക്
ക്രെഡിറ്റ് ചെയ്തതാണെന്ന്. നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ KSEB സോളാർ കസ്റ്റമറിൽ നിന്ന് സെൽഫ് ജനറേഷൻ ചാർജ് എന്ന പേരിൽ ഒരു എമൗണ്ട് ഈടാക്കിയിരുന്നു. പിന്നീട് ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇത് നിർത്തലാക്കിയിരുന്നു. ഇങ്ങനെ കളക്ട് ചെയ്ത എമൗണ്ട് റീഫണ്ടായി വന്നതാണ് ഈ 174. ഇതിൽ നിന്ന് ഈ മാസത്തെ കറണ്ട് ബില്ലിൻ്റെ എമൗണ്ടായ 125 എന്ന എമൗണ്ട് കുറച്ച് ബാക്കിയുള്ളവ അഡ്വാൻസ് പേയ്മെൻറ്റായി കണക്കാക്കിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് കൺസപ്ഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് റിപ്പോർട്ട്. കഴിഞ്ഞ മാസത്തെ കറണ്ട് ബില്ലിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്ന ഫസ്റ്റ് റോ. കഴിഞ്ഞ മാസം KSEBിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത യൂണിറ്റും എക്സ്പോർട്ട് ചെയ്ത യൂണിറ്റും ക്ലോസിംഗ് ബാങ്ക്ഡ് ബാലൻസും ഇവിടെ കാണാം. ഈ രണ്ടാമത്തെ ലൈനിൽ കാണുന്നതാണ് ഏപ്രിൽ 1-ാം തീയതി കിട്ടിയ കറണ്ട് ബില്ലിൻ്റെ ഡീറ്റെയിൽസ്. ഇമ്പോർട്ട് ചെയ്ത യൂണിറ്റ് 84 ആണെന്നും എക്സ്പോർട്ട് ചെയ്ത യൂണിറ്റ് 438 ആണെന്നും കാണാം. ഈ എക്സ്പോർട്ടഡ് വാല്യൂവിനോട് കഴിഞ്ഞ മാസത്തെ ക്ലോസിംഗ് ബാങ്ക് ബാലൻസ് കൂട്ടിയാൽ കിട്ടുന്നതാണ് ഈ കാണുന്ന ടോട്ടൽ എക്സ്പോർട്ട് വാല്യൂ. ഇതിൽ നിന്ന് ഈ മാസം KSEBിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ടോട്ടൽ യൂണിറ്റ് 84 കുറച്ചാൽ കിട്ടുന്നതാണ് ക്ലോസിംഗ് ബാങ്ക് ബാലൻസ് ആയ 3437 യൂണിറ്റ്. ഇത്രയും യൂണിറ്റ് കറണ്ടാണ് ഏപ്രിൽ 2024 മുതൽ മാർച്ച് 2025 വരെ ഞാൻ KSEBിലേക്ക് കൊടുത്ത ടോട്ടൽ യൂണിറ്റ്സ്. ഇങ്ങനെ മാർച്ച് അവസാനം നിങ്ങളുടെ ബാങ്ക് ബാലൻസിലുള്ള ഓരോ യൂണിറ്റിനും KSEB 3 രൂപ 15 പൈസ നിരക്കിൽ നിങ്ങൾക്ക് ക്യാഷായി റിട്ടേൺ തരുന്നതാണ്. ഏകദേശം ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഈ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് KSEB ഇട്ടുതരുന്നത്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.